Good morning. Welcome to Sapphire Future Academy Board Booster Series. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെട്രിക്സിനെ പറ്റി പഠിച്ചത് എന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ തന്നിരിക്കുന്ന ഒരു മെട്രിക്സിൻ്റെ M/N ഓർഡറിലുള്ള ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോമിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ജനറൽ ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഒരു മെട്രിക്സ് തന്നിരുന്നാൽ, ഇപ്പോൾ 3/2 അല്ലെങ്കിൽ 4/1 ഏത് ഓർഡറിലാണെങ്കിലും ഒരു മെട്രിക്സ് തന്നിരുന്നാൽ എങ്ങനെയാണ് ആ മെട്രിക്സിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സുകൾ പറഞ്ഞു. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ്, സ്കെയിലാർ മെട്രിക്സ്, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സീറോ മെട്രിക്സ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് എന്ന് പറയുന്നതാണ്. എപ്പോഴാണ് നമുക്ക് രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകുന്നത് എന്നതാണ് നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സുകളും ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ABCD. വാട്ട്സ് ദ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ്? It is a square matrix and its order is 2/2. അല്ലെങ്കിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? നമുക്ക് ഓർഡർ 2 എന്ന് ഡിനോട്ട് ചെയ്താലും മതി. B is equal to X, Y, Z, P എന്ന് ഡിനോട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇതും ഏത് മെട്രിക്സ് തന്നെയാണ്? 2/2 മെട്രിക്സ് ആണ്. സോ A is equal to B ആകാൻ വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷനായിരുന്നു നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. മെട്രിക്സ് A and B are said to be equal. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ their order സെയിം ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് each element of A is equal to corresponding element of B. That means A is equal to X. ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് ഈ എലമെന്റുമായിട്ട് ഈക്വൽ ആയിരിക്കണം. B ഈക്വൽ ടു Y ആൻഡ് C ഈക്വൽ ടു Z ആൻഡ് D is equal to P. Then we say that these two matrices are equal. മനസ്സിലായോ? അപ്പൊ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവാൻ വേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇതാണ്. ആ രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ, ഫസ്റ്റ് എലമെന്റ് A11 ആൻഡ് B11 ഈക്വൽ ആയിരിക്കണം. A12 ആൻഡ് B12 ഈക്വൽ ആയിരിക്കണം. അങ്ങനെ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ ആ മെട്രിക്സുകൾ എന്താണെന്ന് പറയുക? ഈക്വൽ മെട്രിക്സുകളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ രണ്ട് മെട്രിക്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ X, Y, Z, ABC ഈ വാല്യൂസ് എല്ലാം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആണ്, 3/3 ഓർഡർ ആണ്. പിന്നെ എന്താണ് നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? അവിടെ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ ഈക്വൽ ആണ്. സോ ഫസ്റ്റ് എലമെന്റുകൾ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് പറയാം X + 3 is equal to 0. സോ വി ഗെറ്റ് X is equal to എത്രയാണെന്ന് പറയാം? നമുക്ക് -3 ആണെന്ന് പറയാം. സെക്കൻഡ് എലിമെന്റ് ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ Z + 4 ഈക്വൽ ടു 6. സോ Z is equal to 6 - 4. Those answer is equal to 2. തേർഡ് എലിമെന്റ് ഇക്വേറ്റ് ചെയ്താൽ 2y - 7 ഈക്വൽ ടു 3y - 2. നമ്മൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? വേരിയബിൾസ് എല്ലാം കൊണ്ട് ഒരു സൈഡിൽ എടുക്കുക, കോൺസ്റ്റന്റ് റൈറ്റ് സൈഡിലോട്ട് മാറ്റുക. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 2y - 3y ഈക്വൽ ടു -2 + 7 എന്ന് വരും അല്ലെ? 3y - 2y, 2y - 3y, so it is -y -2 + 7, so it is 5. so we get y is equal to 5. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റുകളെല്ലാം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയിരിക്കുന്നത്? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള X, ദെൻ അടുത്ത Z, Y ഈ മൂന്ന് ആൻസറുകൾ കിട്ടി. ദെൻ ഇവിടെ -6 നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അവിടെ പ്രത്യേകിച്ച് വേരിയബിൾസുകളൊന്നുമില്ല. സോ ആ ടൈം നമ്മൾ അങ്ങ് ലീവ് ചെയ്യുക. അടുത്തത് A-1 is equal to -3. A-1 is equal to -3. So A is equal to -3 + 1. So we get A is equal to എത്രയാണ്? -2 എന്ന് കിട്ടി. അടുത്ത എലമെന്റ് ഇക്വേറ്റ് ചെയ്യാം. 0 ഈക്വൽ ടു 2C + 2. ഏതാണ്? 2C + 2 ഈക്വൽ ടു 0.
That is 2c equal to minus 2 and c is equal to എത്രയാ minus 2 by 2. അപ്പോൾ നമുക്ക് c is equal to എത്രയാന്ന് കിട്ടി minus 1. അപ്പോൾ ഇങ്ങനെ each and every element corresponding elementsകൾ എന്താണ് ഈക്വൽ ആണെന്നാണ് നമ്മൾ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ അടുത്ത് ഇനി ആരെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കേണ്ടത് b minus 3 equal to എത്രയാണെന്ന് കൊടുക്കാം 2b plus 3. b minus 3 equal to 2b plus 4. അത് നമ്മൾ വൈഡ് ടൈം ഇവാലുവേറ്റ് ചെയ്തതുപോലെ തന്നെ വേണം. എന്താണ് വേരിയബിൾസ് എല്ലാം കൂടെ ഒരു സൈഡിലോട്ട് ഗ്രൂപ്പ് ചെയ്യുക, കോൺസ്റ്റന്റ് ടേംസുകൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. സോ വി ഗെറ്റ് b minus 2b equal to 4 plus 3 അതായത് 7. b minus 2b എന്ന് പറഞ്ഞാൽ minus b equal to 7, then b equal to എത്രയാണ് minus 7. ഇപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്തു. ലാസ്റ്റ് ടൈം minus 21 equal to minus 21, 0 equal to 0, then അതൊന്നും ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു ഇക്വേറ്റ് ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് ഏതൊക്കെ വാല്യൂസ് കിട്ടി a b c x y z. ഇതൊരു എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് എഴുതുമ്പോൾ ഇങ്ങനെ ആൻസർ അവിടെ ഇവിടെ കൊടുക്കാതെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ആൻസർ എല്ലാം കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. therefore a is equal to minus 2, b is equal to minus 7, c is equal to minus 1, x is equal to minus 3, y is equal to 5, z is equal to 2. ഇങ്ങനെ ഇതെല്ലാം കൂടെ എന്ത് ചെയ്ത് വെക്കുക നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ട് മെട്രിക്സുകൾ തന്നിരുന്നാൽ അത് ഈക്വൽ ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇപ്പൊ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവാൻ നമ്മൾ രണ്ട് കണ്ടീഷനാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു രണ്ട് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് അവരുടെ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ അത് സെയിം ഓർഡർ ഉള്ള മെട്രിക്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറസ്പോണ്ടിങ് എലമെന്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇക്വേറ്റ് ചെയ്ത് ഇപ്പൊ പറഞ്ഞതുപോലെ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ഇതുപോലെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെയും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. എ ബി സിയുടെ ഒക്കെ വാല്യൂസുകൾ നമുക്ക് എന്ത് ചെയ്യാം ഇവാലുവേറ്റ് ചെയ്യാം. രണ്ടും 2x2 മെട്രിക്സുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. കറസ്പോണ്ടിങ് എലമെന്റുകൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഇക്വേറ്റ് ചെയ്യാം. ആദ്യത്തെ എലമെന്റ് ഏതാണ് 2a plus b equal to 4. തൊട്ട് മുമ്പേ ചെയ്ത നമ്മുടെ ഓരോ ക്വസ്റ്റിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു എലമെന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എയുടെ ടൈമിൽ ഇക്വേറ്റ് ചെയ്തപ്പോൾ അവിടെ എ മാത്രമേ വേരിയബിൾ ഉണ്ടായിരുന്നുള്ളൂ. വൈയുടെ ടൈമിൽ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും വൈയുടെ ടൈമിലാണ് വന്നത്. ഇപ്പൊ 2y minus 3 equal to 4y plus 1. അപ്പൊ നമുക്ക് വൈ ടേംസുകളെല്ലാം ഒരു സൈഡിലോട്ട് എടുത്തു, കോൺസ്റ്റന്റ് റൈറ്റ് സൈഡിലോട്ട് എടുത്തു, സിംപ്ലിഫൈ ചെയ്തു. പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്ത് വന്നിട്ടുണ്ട് അവിടെ എയും വന്നിട്ടുണ്ട് ബിയും വന്നിട്ടുണ്ട്. ഇപ്പൊ രണ്ട് വേരിയബിൾസിന്റെ വാല്യൂ വാല്യൂറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻ വേണമല്ലോ. ഓക്കെ, അപ്പോൾ 2a plus b is equal to 4. then അടുത്തത് ഇവിടെ നമുക്ക് a minus 2b equal to minus 3. 2a plus b is equal to 4. സെക്കൻഡ് എലിമെന്റ് എടുക്കുമ്പോൾ a minus 2b is equal to എത്രയാണ് minus 3. so we get two linear equations with the two variables. സോൾവ് ചെയ്യാൻ നമ്മൾ പല മെത്തേഡ്സ് പഠിക്കുന്നുണ്ട്. എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം, ഏത് മെത്തേഡാണ് ചെയ്യാം. കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നുന്ന എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും. എങ്ങനെയായിരുന്നു നമ്മൾ സാധാരണ എലിമിനേഷൻ മെത്തേഡ് ചെയ്യുക? അവിടെ ഏതെങ്കിലും ഒരു ടേമിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കുക, എന്നിട്ട് എയ്തർ ആഡ് ഓർ സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ എയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ ഇവിടെ എ ആണ് എലിമിനേറ്റ് ചെയ്ത് പോകേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് ഇക്വേഷനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് രണ്ടുകൂടെ മൈനസ് ചെയ്താൽ മതി. ഇനി ബി ആണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിലോ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. കാരണം ഒരിടത്ത് 2bയും ഒരിടത്ത് minus 2bയും ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇത് രണ്ട് ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ടേക്ക് ദിസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഇക്വേഷൻ നമ്പർ 2. സോ ഇക്വേഷൻ നമ്പർ 1 അതുപോലെ തന്നെ എഴുതാം 2a plus b equal to 4. ഇക്വേഷൻ നമ്പർ 2വിനെ നമ്മൾ എത്ര ചെയ്തു? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2a minus 4b equal to minus 6. ഇക്വേഷൻ നമ്പർ 2വിനെ, ഇക്വേഷൻ നമ്പർ 1നെ ഒന്നും ചെയ്തിട്ടില്ല. 2a plus b equal to 4 അങ്ങനെ തന്നെ ഉണ്ട്. ഇക്വേഷൻ നമ്പർ 2വിനെ മാത്രം നമ്മൾ ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് 2a minus 4b, ഇത് minus 6. then ഇതിൽ 2a നമുക്ക് ഒരേ ടേം വന്നു, അത് മൈനസ് ചെയ്തു. അപ്പൊ 2a ക്യാൻസൽ ചെയ്തു. b minus minus 4, അപ്പൊ എത്ര കിട്ടി? b plus 4b, that is 5b equal to 4 minus minus 6, that is 4 plus 6 equal to 10. b equal to എത്രയാ? 10 by 5, that's equal to 2. Then put the value of b in any of this equation. We get the value of a. Substitute the value of b in first equation. 2a plus b എത്രയാ? 2
equal to 4. So 2a equal to 4 minus 2. അതായത് 2 വന്നു. a is equal to 2 by 2 equal to 1. So we get two values for a is equal to 1 and b is equal to 2. Similarly, equating the next terms, the first one is 5c minus d equal to 11 and 4c plus 3d equal to 24. 5c minus d equal to 11 and 4c plus 3d equal to 24. Again we get two linear equation in terms of c and d. So first of all, eliminate any of these for this equation number 3 and this one is equation number 4. ഇപ്പോൾ ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പം ഡി എലിമിനേറ്റ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ്? സി എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ സിയുടെ കോഎഫിഷ്യന്റ് ഒന്ന് 5ഉം ഒന്ന് 4ഉം ആണ്. അപ്പൊ രണ്ട് ഇക്വേഷനെയും കോമൺ ടേമിലേക്ക് മാറ്റണമെങ്കിൽ അത് 20 ആക്കണം അല്ലെ. അപ്പോൾ ഇതിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് എളുപ്പം ഏത് ടേമിനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നതാണ്? ഡി എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. കാരണം ഇവിടെ ഡിക്ക് ഏതാണ് വാല്യൂ കിടക്കുന്നത്? മൈനസ് ഡി ആണ്. ഇവിടെ വന്നിരിക്കുന്നത് 3d. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3നെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം? നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആൻസർ എത്ര വരും എന്ന് പറഞ്ഞേ? 15c മൈനസ് 3d ഈക്വൽ ടു എത്രയാണത് കിട്ടും? നമുക്ക് 33 എന്ന് കിട്ടും. ഇനി ഇതുപോലെ അടുത്ത ഏതാ ചെയ്യാം? നമുക്ക് 4c പ്ലസ് 3d ഈക്വൽ ടു 24. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ആ ഫോർത്ത് ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതി. മനസ്സിലായല്ലോ? നമ്മൾ ഏത് ടേമാണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്? ഡി ആണ്. അപ്പൊ ഡിയുടെ കോഎഫിഷ്യന്റ് എന്താക്കാണ്? സെയിം ആക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു? 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഇവിടെ മൈനസ് 3ഡിയും ഇത് പ്ലസ് 3ഡിയുമാണ്. സോ അത് ക്യാൻസൽ ചെയ്യാൻ ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ഇത് എത്ര വരും എന്ന് പറഞ്ഞേ? 19c വരും. ഇത് 3d ക്യാൻസൽ ആയി. പിന്നെ ഈ രണ്ട് ടേമും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്ര കിട്ടി ഇവിടെ നമുക്ക് ആൻസർ? 57 എന്ന ആൻസർ കിട്ടി. സോ c is equal to 57 divided by 19. So that's equal to 3. സിയുടെ വാല്യൂ കിട്ടി. ഈ കിട്ടിയ സിയുടെ വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്തോട്ട് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇപ്പൊ ആദ്യത്തെ ഇക്വേഷൻ കൊടുത്താലും രണ്ടാമത്തെ ഇക്വേഷൻ കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം? ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനോട് തന്നെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കാം. സി ഇസ് ഈക്വൽ ടു 3 അല്ലേ കിട്ടി? അപ്പൊ 5 into 3 മൈനസ് ഡി ഈക്വൽ ടു 11. അതായത് 15 മൈനസ് ഡി ഈക്വൽ ടു 11. അപ്പോൾ ഡി അപ്പുറത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ 15 അപ്പുറത്ത് പോയാൽ മൈനസ് ഡി ഈക്വൽ ടു 11 മൈനസ് 15. സോ ഇറ്റ് ഈസ് മൈനസ് 4. സോ വി ഗെറ്റ് ഡി ഈസ് ഈക്വൽ ടു 4. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. എ ഇസ് ഈക്വൽ ടു 1, ബി ഇസ് ഈക്വൽ ടു 2 ആൻഡ് സി ഇസ് ഈക്വൽ ടു 3 ആൻഡ് ഡി ഇസ് ഈക്വൽ ടു 4. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ രണ്ടിലും എന്താ ചെയ്തിരിക്കുന്നത്? തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സുകൾ എന്താണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈക്വൽ മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു ഈക്വൽ മെട്രിക്സിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെന്റുകൾ സെയിം ആയിരിക്കണം. അപ്പൊ അത് രണ്ട് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യനകത്ത് ഓരോ കറസ്പോണ്ടിങ് എലമെന്റുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിടക്കുന്ന വേരിയബിൾ ഏതാണോ അതിന്റെ വാല്യൂ ഡയറക്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റി. എന്നാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് അവിടെ ഇക്വേറ്റ് ചെയ്ത് വന്നപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷൻ ആണ് നമുക്ക് അവിടെ വന്നത്. അപ്പോൾ ആ ലീനിയർ ഇക്വേഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്. അപ്പോൾ ആ ടോപ്പിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണ് എന്ന് തന്നിരുന്നാൽ എങ്ങനെയാണ് നമ്മൾ ആ മെട്രിക്സുകളെ സിംപ്ലിഫൈ ചെയ്ത് അവിടെ തന്നിരിക്കുന്ന വേരിയബിൾസ് എക്സ്, വൈ, ഇസഡ് അല്ലെങ്കിൽ എ, ബി, സി ഏതാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആ വാല്യൂസുകൾ നമുക്ക് എങ്ങനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് എടുക്കാം എന്നുള്ളത്. അത് നമ്മുടെ സാധാരണ സിമ്പിൾ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്, കൂടുതലൊന്നും വരുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിനകത്ത് വരുന്നത്? നമ്മളുടെ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മെട്രിക്സ് എന്താണ് എന്ന് പറഞ്ഞു, അതിനുശേഷം മെട്രിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ പറഞ്ഞു, ഇക്വാളിറ്റിയും പറഞ്ഞു. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലോട്ട് വരുന്നു. വാട്ട് ആർ ദ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഡൺ ഇൻ മെട്രിക്സ്? മെയിൻലി നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നത് അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ.
മെയിൻലി നമ്മൾ 4 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് മെട്രിക്സിൽ നമ്മൾ ചെയ്യുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അതിൽ ആദ്യത്തെ 3 ഓപ്പറേഷൻസുകളും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസുകളാണ്. നമുക്ക് ആദ്യത്തേത് 3 ഏതാണ്? അഡീഷനും സബ്ട്രാക്ഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് നമുക്ക് കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ ഒരുമിച്ചൊന്ന് പറഞ്ഞു പോവാം. അഡീഷൻ. അപ്പോൾ നമുക്ക് 2 മെട്രിക്സുകളെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ അവർ സെയിം ഓർഡർ ഉള്ളതായിരിക്കണം. ആഡ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ 2 മെട്രിക്സുകളെ നമുക്ക് ഡിഫറൻസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് മൈനസ് ചെയ്യണമെങ്കിലും ആ മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെയായിരിക്കണം? സെയിം ഓർഡർ ഉള്ള മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ ഈ സെയിം ഓർഡർ ഉള്ള മെട്രിക്സുകളെ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാൻ പറഞ്ഞാൽ ജസ്റ്റ് കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ ആവും. അപ്പോൾ അതാണ് നമ്മൾ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ നമ്മൾ പറയുന്നു A is equal to Aij and B is equal to Bij are 2 matrices of the same order, say M by N. Then the sum of the 2 matrices C is equal to Cij. അതിൻ്റെയും ഓർഡർ ഏത് തന്നെയാണ്? M by N ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് എലമെന്റ് ഓഫ് A പ്ലസ് ബി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സമ്മിന്റെ സി എന്ന് പറയുന്ന എലമെന്റ് കിട്ടും. അതാണ് നമുക്ക് മെട്രിക്സിന്റെ അഡീഷൻ. അപ്പോൾ അഡീഷൻ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്ട്രാക്ഷൻ ചെയ്യാന്ന് പറയുന്നത് എന്ത് തന്നെ ചെയ്താൽ മതി? കറസ്പോണ്ടിങ് എലമെന്റുകൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമുക്ക് മൈനസ് ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. ഇതായിരുന്നു നമുക്ക് അഡീഷൻ പറയുന്നതും സബ്ട്രാക്ഷൻ പറയുന്നതും. അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ 3 ടോപ്പിക് ഒരുമിച്ചാണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും എന്താണെന്ന് മനസ്സിലായാലോ? മെട്രിക്സുകളെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം അവരുടെ ഓർഡർ സെയിം ആയിരിക്കണം. അതെന്തുകൊണ്ടാണ് ഓർഡർ സെയിം ആണെന്ന് പറയേണ്ടത്? കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു മെട്രിക്സിലെ A13 എന്ന് പറയുന്ന ഒരു എലമെന്റ് അപ്പുറത്തെ മെട്രിക്സിലെ B13 ആയിട്ട് തന്നെ വേണം ആഡ് ചെയ്യാൻ. അപ്പൊ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എല്ലാം അതേപോലെ തന്നെ വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അഡീഷൻ ചെയ്യാൻ പറ്റുള്ളൂ, സബ്ട്രാക്ഷൻ ആണെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 1 2 3 0 -1 4. B is equal to 6 7 -1 2 3 1. ഈ 2 മെട്രിക്സും സെയിം ഓർഡർ ആണ്. എത്രയാണ് ഇതിന്റെ ഓർഡർ? ഓർഡർ മറന്നു പോകരുത്. എത്രയാണ്? 2/3. ഈ മെട്രിക്സിന്റെയും ഓർഡർ എത്രയാണ്? 2/3. അപ്പൊ എയും ബിയും സെയിം ഓർഡർ ആണ്. ഓർഡർ 2/3 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സി എന്ന് പറയുന്ന മെട്രിക്സും ഏത് ഓർഡർ തന്നെയാണ് വരികയുള്ളൂ? നമുക്ക് ഈ പറയുന്ന 2/3 ഓർഡർ തന്നെയാണ് വരിക. ഇത് എടുത്തിങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലോട്ട് വരുമ്പോൾ സെയിം ഓർഡർ വെച്ചിട്ടല്ല നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അഡീഷൻ സബ്ട്രാക്ഷൻ പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക, സെയിം ഓർഡർ തന്നെയായിരിക്കണം വരിക. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് A + B ചെയ്യാൻ പറഞ്ഞത് വെരി സിമ്പിൾ. കറസ്പോണ്ടിങ് എലമെന്റ് ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. സിമ്പിൾ ആണ്. 1 + 6 എടുത്തു. അപ്പൊ ഇവിടെ 7 വന്നു, ഇവിടെ 2ഉം ഇവിടെ 7ഉം വന്നു. അപ്പോൾ ഇത് 9. 3യും -1ഉം കൂടെ ആഡ് ചെയ്തു 2 0 2 ആഡ് ചെയ്തു. -1ഉം 3യും ആഡ് ചെയ്തു. 4ഉം 1ഉം ആഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ A + B എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ്. അപ്പൊ നമുക്ക് A + B മാത്രമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ക്വസ്റ്റ്യൻ വരില്ല. വേറെ പ്രോബ്ലംസുകൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് A + B ഒക്കെ വരുന്നത്. അപ്പൊ A + ബിയുടെ വാല്യൂ നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ A - B ചെയ്യാണ്. A - B ചെയ്യുമ്പോഴും എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ? കറസ്പോണ്ടിങ് എലമെന്റുകൾ വെറുതെ മൈനസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 1 - 6, സോ ഇറ്റ് ഈസ് -5. 2 - 7 -5. 3 -1, so it is 3 + 1 4. 0 - 2 become -2. -1 - 3, so it is -4. 4 - 1, it is 3. വെരി സിമ്പിൾ. A + B ആൻഡ് A - B. ഇനി എന്താണ് നമുക്കൊരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് നോക്കാം. അത് ഈ പറഞ്ഞതുപോലെ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ആ മെട്രിക്സിലെ എല്ലാ എലമെന്റിനെയും ഈച്ച് ആൻഡ് എവരി എലമെന്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് സ്കെയിലാർ. ദാറ്റ് ഈസ് മീൻ ബൈ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഫോർ എക്സാമ്പിൾ 2A കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നു. 2A എന്ത് ചെയ്താൽ മതി? A എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെന്റിനെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി? നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 2A കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇത് 2 വന്നു.
4 6 0 -2 8 ഇതാണ് 2a. അപ്പം 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഈ ഒരൊറ്റ എക്സാമ്പിളിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 ഓപ്പറേഷൻസ് പറഞ്ഞേ? അഡീഷൻ പറഞ്ഞു, സബ്ട്രാക്ഷൻ പറഞ്ഞു, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു. ഈ 3 ഓപ്പറേഷൻസ് ആണ് നമ്മൾ. അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്കെയിലാർ വെച്ച് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവിടെ മെട്രിക്സിന് ഓർഡർ ഒന്നും ഒരു പ്രശ്നമല്ല, കാരണം ഔട്ട് സൈഡിൽ കിടക്കുന്നത് ജസ്റ്റ് എ സ്കെയിലാർ. ആ സ്കെയിലാർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആ മെട്രിക്സിനകത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. പക്ഷെ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കണം? രണ്ട് മെട്രിക്സുകളുടെയും സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമാണ് കറസ്പോണ്ടിങ് എലമെന്റുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ഓപ്പറേഷൻസുകൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. എന്തൊക്കെ ചെയ്താൽ മതി? അഡീഷൻ ചെയ്യാനാവുമ്പോൾ എന്താണ്? രണ്ട് മെട്രിക്സും സെയിം ഓർഡർ ആയിരിക്കണം. കറസ്പോണ്ട് ഇപ്പൊ സെയിം ഓർഡർ ആയതുകൊണ്ടല്ലേ നമുക്ക് അതാത് എലമെന്റുകളെ ആഡ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ്സുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അതുപോലെ കറസ്പോണ്ടിങ് എലമെന്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലാർ. ഇപ്പൊ കെ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ കൊണ്ട് നമുക്കൊരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ മെട്രിക്സിന്റെ ഈച്ച് ആൻഡ് എവരി എലമെന്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ദാറ്റ് സ്കെയിലാർ. അതാണ് തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിനകത്ത് നമ്മൾ പറഞ്ഞത് 2a എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. നേരത്തെ നമ്മൾ ഇക്വേറ്റ് ചെയ്ത പ്രോബ്ലത്തിനകത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ് ആൻഡ് വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സ്മോൾ എക്സും വൈ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തത്. കാരണം അത് ആ മെട്രിക്സിനകത്ത് വന്നിരിക്കുന്ന നമ്പേഴ്സുകൾ അല്ലെങ്കിൽ ആ മെട്രിക്സിന്റെ ഇൻഡിജേഴ്സുകൾ, അതിനകത്ത് വന്നിരിക്കുന്ന എൻട്രീസുകളാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ക്യാപിറ്റൽ എക്സും വൈയും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ എക്സും വൈ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഒരു മെട്രിക്സ് ആണ്. നേരത്തെ നമ്മൾ ചെയ്ത സ്മോൾ എക്സും വൈ എന്ന് പറയുന്നത് ആ മെട്രിക്സിനകത്തെ എലമെന്റ്സ് ഓർ എൻട്രീസ് ആണ്. ആ എൻട്രീസിന്റെ വാല്യൂസ് ആണ്. നമ്മൾ നേരത്തെ കുറച്ച് ഇൻഡിജർ വാല്യൂസ് ഒക്കെ കിട്ടി. എപ്പോഴും അത് ഇൻഡിജർ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ചെയ്തപ്പോൾ അവിടെ ഇൻഡിജർ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും ഇൻഡിജർ വാല്യൂ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് വാല്യൂ വേണമെങ്കിലും വരാം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് നോക്കാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5 2 0 9 and x minus y equal to 3 6 0 minus 1 ഇങ്ങനെ തന്നിരിക്കുന്നു. ഇത് നമ്മൾ ഒരു സാധാരണ ലീനിയർ ഇക്വേഷന്റെ ഫോമിൽ ഒന്ന് കൺസിഡർ ചെയ്താൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മളോട് പറയുന്നു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെ രണ്ട് ലീനിയർ ഇക്വേഷന്റെ ടൈമിലായിരുന്നു തന്നിരുന്നത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്യില്ലേ? ആ സെയിം പ്രോസസ് തന്നെ നമുക്ക് എവിടെയും ചെയ്യാം, മെട്രിക്സിന്റെ കേസിലും ചെയ്യാം. അപ്പൊ ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിൾ ആയിരുന്നു. എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷനോട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വൈ ക്യാൻസൽ ആയി പോയിട്ട് അവിടെ എക്സിന്റെ വാല്യൂ കിട്ടും. ആ എക്സിന്റെ വാല്യൂ നമ്മളുടെ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആരുടെ വാല്യൂ കണ്ടുപിടിക്കാം? നമുക്ക് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. അതാണ് ലീനിയർ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത്. അതേപോലെ തന്നെയുള്ള ഒരു മെട്രിക്സ് ഇക്വേഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇത്. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? എക്സ് പ്ലസ് എക്സ് 2x ഈക്വൽ ടു വൈ ടേം കട്ടാവും. അവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്തതിന് പകരം ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്നത് എന്താണ്? രണ്ട് മെട്രിക്സുകളാണ്. ആ മെട്രിക്സുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ ആ മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ്? 5ഉം 3ഉം കൂടെ ആഡ് ചെയ്തു, 2ഉം 6ഉം കൂടെ ആഡ് ചെയ്തു, 0 + 0 9ഉം -1 കൂടെ ആഡ് ചെയ്തു. ദിസ് വൺ ഈസ് 2x. therefore x is equal to 4 4 0 4. കാരണം എന്താണ്? ഈ 2 കൊണ്ട് നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ഒരു മെട്രിക്സിലേക്ക് ഏതൊരു നമ്പറിനെയും അല്ലെങ്കിൽ ഏതൊരു സ്കെയിലാറിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 4 4 0 4 നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് എക്സിന്റെ വാല്യൂ. ഈ എക്സിന്റെ വാല്യൂ നമ്മുടെ ലീനിയർ ഇക്വേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആരുടെ വാല്യൂ കണ്ടുപിടിക്കാം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്താൽ എക്സ് എത്ര കിട്ടിയിരിക്കുന്നത്? 4 4 0 4 പ്ലസ് വൈ ഈക്വൽ ടു 5 2 0 9. അപ്പോൾ വൈ കണ്ടുപിടിക്കാൻ ഈ മെട്രിക്സ് റൈറ്റ് സൈഡിലോട്ട് ഇട്ട് മൈനസ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. മതി. അപ്പൊ എത്രയായിരിക്കും ആൻസർ വരിക? 5 2 0 9 മൈനസ്
4404. ഇത് മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും ആൻസർ? 5 മൈനസ് 4, അടുത്ത 2 മൈനസ് 4, അടുത്ത 0 മൈനസ് 0, 9 മൈനസ് 4. ഈ വാല്യൂസ് ഇതുപോലെ എടുത്ത് എഴുതുമ്പോൾ കിട്ടും നമുക്ക് ഏത് കിട്ടി? എക്സും കിട്ടി, വൈയുടെയും വാല്യൂ കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പൊ രണ്ട് ലീനിയർ ഇക്വേഷൻസ് സാധാരണ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് മെട്രിക്സിന്റെ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ലീനിയർ ഇക്വേഷൻ ആകുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു, പക്ഷെ ഇവിടെ ആകുമ്പോൾ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുന്നു. മെട്രിക്സ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. കറസ്പോണ്ടിങ് എലമെന്റുകൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂം കിട്ടി, വൈയുടെ വാല്യൂം കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ ഇത് 2x + 3y ഇത് 3x + 2y ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഇപ്പൊ ഈ ഫോമിൽ വന്നു. ഏതാണ് ഇത്? 2x + 3y ആൻഡ് 3x - 2y. ഇതുപോലെ ഒരു ഇക്വേഷനിലോട്ട് വന്നു. അങ്ങനെ വരുന്ന ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചിരിക്കുന്നത്? സാധാരണ എന്താ ചെയ്യുക? അതിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കി എടുക്കാം. ഇപ്പൊ നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നതിനകത്ത് എന്തുണ്ടായിരുന്നില്ല? കോഎഫിഷ്യന്റുകൾ സെയിം ആയിട്ടാണ് തന്നത്. അപ്പൊ ഒന്നുകിൽ അത് ആഡ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ y ക്യാൻസൽ ആയിപ്പോയി, മൈനസ് ചെയ്താൽ നമുക്ക് x ക്യാൻസൽ ആയി, അങ്ങനെ ഏതെങ്കിലും ഒരു ടേം അവിടെ നിന്ന് ക്യാൻസൽ ആയി പോകും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഇതിൽ ഏതെങ്കിലും ഒരു കോഎഫിഷ്യന്റ് നമ്മൾ എന്താക്കുക? സെയിം ആക്കുക. പക്ഷെ ഇവിടെ എക്സിനും വൈക്കും രണ്ടും ഡിഫറെന്റ് കോഎഫിഷ്യന്റ് കിടക്കുന്നത് കൊണ്ട് രണ്ട് ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് എന്താവുള്ളൂ? സെയിം കോഎഫിഷ്യന്റ് ആയിട്ട് വരുള്ളൂ. കാരണം ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 3, ഇവിടെ 3യും ഇവിടെ 2. അപ്പം നമ്മൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ഈക്വൽ ആക്കുന്നതെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എത്രയാണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി അതല്ല y കോഎഫിഷ്യന്റ് ആണ് സെയിം ആക്കുന്നതെങ്കിൽ നേരെ തിരിച്ചു മൾട്ടിപ്ലൈ ചെയ്യണം. ഏതാ? ഇത് 6 ആക്കണമെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. y കോഎഫിഷ്യന്റ് ആണ് നമ്മൾ സെയിം ആക്കുന്നതെങ്കിൽ വൈയുടെ സൈൻ ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് y കോഎഫിഷ്യന്റ് സെയിം ആക്കിയിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ y ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് ഏത് ടേം കിട്ടും? എക്സിന്റെ ടേം കിട്ടും. ഇനി നേരെ തിരിച്ച് നമ്മൾ ഇത് തമ്മിൽ മൈനസ് ആണ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് കോഎഫിഷ്യന്റുകൾ എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് നമുക്ക് y കോഎഫിഷ്യന്റ് വാല്യൂ കിട്ടും. അപ്പൊ തന്നിരിക്കുന്നത് മെട്രിക്സിന്റെ ടേമിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ പോലെ തന്നെ നമുക്ക് മെട്രിക്സിന്റെ ടേമിലും എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ സൊല്യൂഷൻ ഇതുപോലെ കണ്ടുപിടിക്കാം. അപ്പൊ എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. 2x + 3y. ഈ ക്വസ്റ്റ്യൻ സാധാരണ നമുക്ക് ബോർഡ് എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 3x + 2y = 2 - 2 - 1 5. ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു എക്സാമ്പിൾ ഇതിപ്പോ നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്തായിരുന്നു അതിന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞതെന്ന് അറിയാമല്ലോ. എന്താ ചെയ്യേണ്ടത്? കോഎഫിഷ്യന്റുകൾ സെയിം ആക്കണം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇപ്പൊ നമ്മൾ എക്സ് കോഎഫിഷ്യന്റ് ആണ് സെയിം ആകുന്നതെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ മൾട്ടിപ്ലൈ വിത്ത് ദ സ്കെയിലാർ 3 ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ഇസ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ സ്കെയിലാർ 2. ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ മെട്രിക്സിൽ ഉൾപ്പെടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം മറക്കരുത്, ഇല്ലെങ്കിൽ ആൻസർ തെറ്റും. അതായത് ഈ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ 3 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ആദ്യത്തെ ഇക്വേഷൻ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 6x + 9y = ഇതിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക? 3 കൊണ്ട് ആ മെട്രിക്സിനകത്തെ എല്ലാ എലമെന്റിനെയും നമ്മൾ നേരത്തെ പറഞ്ഞ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 9 12 0. സിമിലർലി ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 2 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോഴും ഇത് 6x + 4y = 4 - 4 - 2 10. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോമിലായി. ആരുടെ കോഎഫിഷ്യന്റ് സെയിം ആയിട്ടുണ്ട്? എക്സ് കോഎഫിഷ്യന്റ് നമുക്ക് സെയിം ആയിട്ടുണ്ട്. അപ്പൊ ആ സെയിം ആയിരിക്കുന്നത് കൊണ്ട് ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാം? നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എക്സ് ടേം ക്യാൻസൽ ആയി പോകുന്നു. y 9y - 4y എടുക്കുമ്പോൾ 5y.
എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകളെ തമ്മിൽ മൈനസ് ചെയ്യേണ്ടത്, സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു 9y മൈനസ് 4y എടുക്കുമ്പോൾ ഒരു 5y വരും. അപ്പൊ y വാല്യൂ കണ്ടുപിടിക്കാൻ ആ 5 എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് സാധാരണ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം ശ്രദ്ധിച്ചോടെ, എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്മോൾ എക്സും വൈയും ആണെങ്കിൽ അത് അതിന്റെ എൻട്രീസ് ഓർ എലമെന്റ്സ് ആയിരിക്കും. ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അത് എലമെന്റ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? മെട്രിക്സിന്റെ വാല്യൂ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ആ രണ്ട് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കുക. ഇനി ഇത് നമ്മൾ ആ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ അത് വെച്ച് തന്നെ നമ്മളോട് എലമെന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേറെ നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് നോക്കാം. എക്സിന്റെ വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് എക്സ് ആൻഡ് വൈ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എക്സ് ആൻഡ് വൈ വാല്യൂസ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഈ 2 ഔട്ട്സൈഡ് കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, അഡീഷൻ വരുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത് പറയാം. സ്മോൾ എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ ഓർത്തോണം, മെട്രിക്സിന്റെ എലമെന്റ്സുകളാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണോ ആ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാം. ആദ്യം ആ 2 സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ 2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2x 10 14 2y minus 6 plus 3 minus 4 1 2 equal to 7 6 15 40. ഇത്രയേ ഉള്ളൂ. അതായത് എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം നമ്മൾ ഈ 2 എന്ന് പറയുന്ന സ്കെയിലാർ എന്ത് ചെയ്തു? അതിനകത്തേക്ക് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇവിടെയൊക്കെ y മൈനസ് 3, അപ്പൊ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y മൈനസ് 6. ഇനി ഈ 3 ബാക്കിയെല്ലാം നമ്മൾ അതുപോലെ തന്നെ. ഇപ്പൊ ഇവിടെ വേറെ എന്ത് വന്നിരിക്കുന്നു? മെട്രിക്സിന്റെ അഡീഷൻ വന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എല്ലാ ഓപ്പറേഷനും കയറി വരുന്നുണ്ട്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വന്നു, ഇനി അഡീഷൻ വന്നു. അപ്പൊ നമ്മൾ അഡീഷൻ ചെയ്യുവാണ്. എന്താണ് അഡീഷൻ വരുന്നത്? 2x പ്ലസ് 3, ഈ 10ഉം മൈനസ് 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6. 14ഉം 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 15. 2y മൈനസ് 6 പ്ലസ് 2. അപ്പൊ ഇത് 2y മൈനസ് 4. 2y മൈനസ് 6 പ്ലസ് 2 മൈനസ് 4 ഈക്വൽ ടു 7 6 15 40. അപ്പൊ ഇവിടെ ആദ്യം ഏതാ ഓപ്പറേഷൻ വന്നേ? സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഏത് വന്നു? അഡീഷൻ വന്നു. ഇപ്പൊ ഏത് വന്നു? ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് വന്നു. അപ്പൊ എല്ലാ ഓപ്പറേഷൻസും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളത് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിന്റെ ഫോമിലായി. അപ്പൊ ഇനി ഇതിനകത്ത് വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ ആവും. അപ്പൊ ആദ്യത്തെ എലമെന്റ് ആരായിരുന്നു? 2x പ്ലസ് 3 ഈക്വൽ ടു 7. കറസ്പോണ്ടിങ് എലമെന്റ് എടുക്കുക. അപ്പോൾ 2x is equal to 7 minus 3, that's equal to 4. Then x is equal to 4 by 2. So we get the value x is equal to 2. ഇനി അടുത്ത എലമെന്റ് ഏതാണ്? ഇവിടെ 6 ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇല്ല. 15 ഈക്വൽ ആണ്. അടുത്തത് ഏതാ വരിക? 2y minus 4 equal to 14. So 2y equal to 14 plus 4, that is 18. Y is equal to 18 by 2. So equal to എത്രയാണ്? 9 എന്ന് കിട്ടി. അപ്പൊ ഇത് നമ്മൾ നേരത്തെ ഇപ്പൊ ഇക്വാളിറ്റി ഓഫ് മെട്രിക്സിനെ പല രീതിയിൽ പറഞ്ഞു. അതാത് എലമെന്റുകൾ, കറസ്പോണ്ടിങ് എലമെന്റുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ സെഡിന്റെ ഒക്കെ വാല്യൂ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷനിലായിട്ടാണ് വന്നതെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് എല്ലാ ഓപ്പറേഷൻസും കൂടെ ഒരുമിച്ച് വന്നു. ഏതൊക്കെയാണ്? അഡീഷൻ വന്നിട്ടുണ്ട്, ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് വന്നിട്ടുണ്ട്, പിന്നെ ഏതാ വന്നിരിക്കുന്നത്? അതിന്റെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർന്നിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ് ആൻഡ് വൈ ആണ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ സ്മോൾ എക്സും വൈയും ആണെങ്കിൽ അത് ഏത് എലമെന്റുകളായിരിക്കും വരിക? ആ മെട്രിക്സിന്റെ എലമെന്റ്സ് ഓർ എൻട്രീസ് ആയിരിക്കും വരുന്നത്. പിന്നെ അതല്ല ക്യാപിറ്റൽ ആയിട്ടുള്ള എലമെന്റുകളാണ്, ക്യാപിറ്റൽ എക്സും വൈയും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ഏതായിരിക്കും വരുന്നത്? അതിനെ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക? എക്സിന്റെ വൈയുടെയും ഏതെങ്കിലും ഒന്നിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കിക്കൊണ്ട് അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്? അഡീഷൻ. നമ്മളിപ്പോ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ്, ദെൻ അഡീഷൻ,
സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ പറയും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 4 ടൈപ്പിലുള്ള ഓപ്പറേഷൻസ് ആണ് ഇതിനകത്ത് വരേണ്ടത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ആ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ മെട്രിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് വെച്ച് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസുകളും NCERT എക്സസൈസിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാം. ഓക്കെ, താങ്ക് യു.